ഹലോ, ഇന്ന് നമ്മളൊരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഭയങ്കര ഗ്ലോ കിട്ടാനും നമ്മളുടെ സ്കിന്നിൻ്റെ അൺഈവൺ എല്ലാം തന്നെ മാറാനും ഭയങ്കര ഒരു ക്ലിയർ സ്കിൻ കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഫേസ് പാക്ക്, ഇത് ചെറിയ രീതിയിലൊരു ഫേസ് പാക്ക് അല്ല കേട്ടോ, അത് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ഒരു അടിപൊളി ഒരു മാജിക് ഫേസ് പാക്കാണ്. എസ്പെഷ്യലി ബ്രൈഡ്സിന് നമ്മളിത് ഒരു 3 months ബിഫോർ തൊട്ട് നമ്മൾ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു, നമ്മൾ ആ ഒരു സ്കിൻ അത്രയും സൂപ്പർബായിരിക്കും. പക്ഷേ ബ്രൈഡ്സിന് മാത്രമാണെന്ന് വെച്ചാൽ ബ്രൈഡ്സിന് മാത്രമല്ല, എല്ലാവർക്കും നമുക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ സ്കിൻ മെച്ചോർഡായിട്ടുള്ള 16 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും ഈ ഫേസ് പാക്ക് ട്രൈ ചെയ്യാം. അത്രയും നാച്ചുറലാണ്, അത്രയും സൂപ്പർബാണ്. ഒരു രീതിയിലെ കെമിക്കലില്ലെന്ന് മാത്രമല്ല, നമുക്ക് അത്രമാത്രം എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ടെങ്കിലും ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്പെഷ്യൽ പാക്കാണ് കേട്ടോ. ഞാൻ അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാം, ബ്രൈഡ്സിന് എന്തായാലും നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് പാർലറിലൊക്കെ പോയി നമ്മളൊരു 3 മാസം 6 മാസം മുമ്പേ നമ്മൾ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമല്ലോ, അതിനൊക്കെ പകരമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് മാത്രം ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും ക്ലിയർ സ്കിൻ കിട്ടും. അപ്പോൾ അത് എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. വെൽക്കം ബാക്ക് ടു ഇൻസ്പിറേഷൻ ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം അത്ര അടിപൊളി ഒരു പാക്കാണ് ഇന്ന് നമ്മൾ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്രൈഡ്സിന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യണം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ സ്കിൻ കംപ്ലീറ്റ് ഒരു ഈവൻ സ്കിൻ ടോണിലേക്ക് വരണം. സ്കിൻ അത്രയും ക്ലിയർ ആയിരിക്കണം. നമ്മളൊരു ഗ്ലാസ് മേക്കപ്പ് കിട്ടണം, അല്ല ഭയങ്കര ഗ്ലോയി ആയിരിക്കണം. മേക്കപ്പ് ചെയ്യുമ്പോൾ നല്ല ഫ്ലോലെസ് ആയിരിക്കണമെങ്കിൽ നമ്മളുടെ സ്കിന്നും അതുപോലെ വരണം. എന്നാലാണ് നമുക്ക് അന്നത്തെ ദിവസം അത്രയും റിസൾട്ട് കിട്ടുക. അപ്പോൾ അതിന് അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ബ്രൈഡ്സ്, ഞാൻ വീണ്ടും പറയുകയാണ്, ബ്രൈഡ്സിന് മാത്രമല്ല എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ശരിക്കും ഇത് നമ്മൾ ചെയ്തു തുടങ്ങി, ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു 3 മാസം, നമ്മൾ ഒരാഴ്ച കൊണ്ട് റിസൾട്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 3 മാസമൊക്കെ നിങ്ങൾ ഈ പാക്ക് മുടങ്ങാതെ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഫേസിൽ സ്കിന്നിൽ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് അത്രയും ഒരു ചെറിയ ഒരു മാറ്റമൊന്നും ആയിരിക്കില്ല കേട്ടോ. സൂപ്പറായിരിക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കണം. അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് ബ്രൈഡ്സിനോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നമ്മളിതുപോലത്തെ പാക്കുകളൊക്കെ ചെയ്യുവാണെങ്കിൽ പോലും ഇതുവരെ ഒരു സ്കിൻ കെയർ ചെയ്യാതെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം, മസ്റ്റാണ്. ഫേസിലേക്ക് ഒരു പ്രോപ്പർ ക്ലെൻസർ എടുക്കുക, ടോണർ എടുക്കുക, മോയ്സ്ചറൈസർ എടുക്കുക. ഡേ ടൈമിൽ പുറത്ത് പോകുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളുടെ സ്കിന്നിനനുസരിച്ച് നമ്മളുടെ സ്കിൻ ടൈപ്പ് നോക്കിക്കൊണ്ടുള്ള സൺസ്ക്രീൻ എടുക്കുക. ഇത് ചെയ്തിരിക്കണം. നൈറ്റ് കെയർ റൊട്ടീൻ എടുക്കുക. ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് സിറമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. കാരണം സിറമൊക്കെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ ആദ്യം ബേസിക് സ്കിൻ കെയർ എടുത്തതിന് ശേഷമാണ് നമുക്ക് സിറത്തിലൊക്കെ പോകേണ്ട ആവശ്യമുള്ളൂ. ചിലവർ BH ഇങ്ങനെയുള്ള സിറമൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു 20 to 25 ഇയേഴ്സൊക്കെ ആണ് നിങ്ങൾക്കെങ്കിൽ, ഒരു 30 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമുക്ക് വേണ്ടത് ഒരു ക്ലെൻസർ വേണം, ടോണർ, മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, മോർണിംഗ് ടൈമിൽ, ഈവനിങ് ആണെങ്കിൽ ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് മാത്രം പ്രോപ്പറായിട്ട് നിങ്ങൾ എടുത്താൽ മതി. അല്ലാതെ ഒരുപാട് ബേസിക് ആയിട്ടുള്ളത് എടുക്കത്തില്ല. പക്ഷേ വേണ്ടാത്ത കുറേ സിറമൊക്കെ മേടിച്ച് ഉപയോഗിക്കും. ഭയങ്കര ഗ്ലോ കിട്ടാനാണെന്നും പറഞ്ഞ് കുറേ സിറം ഉപയോഗിക്കും. ഒരു കാരണവശാലും ആ രീതിയിലുള്ള ഒരു സ്കിൻ കെയറിലേക്ക്, തെറ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറിലേക്ക് പോകരുത്. കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്യുക. കാരണം ആരാണെങ്കിലും ശരി, ഇപ്പോൾ ബ്രൈഡ്സ് മാത്രമല്ല, നമ്മൾ ആരാണെങ്കിലും ശരി, ഏത് ഏജിലും നിങ്ങളുടെ സ്കിന്നിന് കൊടുക്കേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ബേസിക് സ്കിൻ കെയർ ആണ്. ക്ലെൻസ്, ടോൺ, മോയ്സ്ചർ ആൻഡ് സൺസ്ക്രീൻ. അതുപോലെ ഒരു 40+ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള സിറം കാര്യങ്ങളെല്ലാം തന്നെ എടുക്കാം. അപ്പോൾ അതല്ലാതെ നമ്മൾ പാക്ക് മാത്രം ഉപയോഗിച്ചത് കൊണ്ട് കാര്യമില്ല, അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു സിറം വാങ്ങിച്ച് അപ്ലൈ ചെയ്തുകൊണ്ട് കാര്യമില്ല. ബേസിക് എപ്പോഴും സ്കിൻ കെയർ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഒരുപാട് ക്ലയൻറ്റ്സ് എൻ്റെ അടുത്ത് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലൂടെ. അപ്പോൾ അതെല്ലാം തന്നെ നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പറഞ്ഞു കൊടുത്ത് എത്രയോ പേര് നമ്മളുടെ അടുത്ത് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലവും കൂടുതൽ വരുന്ന പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തും അതുപോലെ ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ഡോക്ടേഴ്സിനെ കണ്ടിട്ടും ഒരു സ്കിന്നിന് ഒരു റിസൾട്ടും കിട്ടാതെ വന്നവരാണ് 99% വന്നിട്ടുള്ള എല്ലാവരും തന്നെ. പക്ഷേ ഇപ്പോൾ 90% ആൾക്കാർക്കും നമ്മളുടെ അടുത്ത് വന്ന് അവർക്ക് അത്രയും പൈസ എക്സ്പെൻസ് ചെയ്തിട്ടും അല്ലെങ്കിൽ അത്രയും വലിയ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കിട്ടാത്ത റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നിൽ നിന്നുമല്ല,
പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയറിലൂടെ ഈ ഓരോരുത്തരുടെ ഏജിനനുസരിച്ചും സ്കിൻ്റെ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട്, കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ആദ്യം നമ്മൾ റിപ്പയർ ചെയ്യണം. കാരണം നമ്മുടെ സെൽസ് എല്ലാം ഡാമേജ് ആയി കിടക്കുന്നുണ്ടാവും. ഈ പിഗ്മെൻറ്റേഷൻ ഒക്കെ പറയുന്നത് നമ്മുടെ സെൽസ് എല്ലാം ഡാമേജ് ആയി പോയതാണ്. അപ്പോൾ അതിനെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിന്നിനെ പ്രോപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യണം. ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള മോയ്സ്ചർ കൊടുക്കണം, സ്കിൻ കെയർ കൊടുക്കണം. അതിലൂടെ നമ്മൾ പതുക്കെ പതുക്കെ അവിടെ റിപ്പയറിങ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുമ്പോൾ ലൈഫ് ടൈമിലേക്ക് നമുക്ക് റിസൾട്ട് ഉണ്ടാവും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു ക്രീം വാങ്ങിച്ച് അപ്ലൈ ചെയ്തു, എനിക്ക് പെട്ടെന്ന് പിഗ്മെൻറ്റേഷൻ മാറണം, എൻ്റെ ഡ്രൈനെസ് മാറണം, എൻ്റെ പ്രശ്നം മാറണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇരട്ടി നമുക്ക് ദോഷം നമ്മുടെ സ്കിന്നിലേക്ക് സംഭവിക്കും. നെക്സ്റ്റ് മന്ത് അതുപോലെ തന്നെ തിരികെ വരികയും ചെയ്യും. നമ്മൾ ഈ ഒരു ഹെൽത്തി റൊട്ടീനിലൂടെ സ്കിൻ കെയറിലൂടെയാണ് നമ്മളിത് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ ഒരിക്കൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അത് എന്നേത്തേക്കും ആയിരിക്കും. അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് വീണ്ടും പ്രശ്നമാവത്തില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാക്കിലേക്ക് പോവുകയാണേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ മൈസൂർ ഡാൽ, അതായത് നമുക്കറിയാമല്ലോ ചുവന്ന പരിപ്പുണ്ടല്ലോ, അതെടുക്കുക. 2 സ്പൂൺ എടുക്കുക, മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പൊടിയാക്കി എടുക്കുക, പൗഡറാക്കി എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടത് ഇരട്ടി മധുരം. നമുക്കറിയാം ആയുർവേദിക് ഷോപ്സിലെല്ലാം തന്നെ കിട്ടുന്നതാണ്. അത് നമ്മൾ 2 സ്പൂൺ തന്നെ എടുക്കുക. അത് നന്നായിട്ട് ഈ 2 പൗഡർ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കടലമാവ് എടുക്കാം. കടലമാവ് അറിയാം നമ്മൾ സ്കിൻ അണിവൺ മാറാൻ എല്ലാറ്റിൻ്റെ ഒരു ബേസിക് പാക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കടലമാവ് എന്നുള്ളത്. അപ്പോൾ അത് ഒഴിച്ചിട്ടുള്ള ഒരു പാക്കും ഇല്ല. അപ്പോൾ 1 സ്പൂൺ നമ്മൾ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് മുൾട്ടാണി മെട്ടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ എടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരിക. അതിലേക്ക് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ 1 സ്പൂൺ നമ്മൾ റൈസ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. സ്കിന്നിനെ പെട്ടെന്ന് തന്നെ ബ്രൈറ്റൻ ആക്കാനും നമുക്കതുപോലെ തന്നെ ഒരു എക്സ്ഫോലിയേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈസ് ഇല്ലാതെ ഒന്നുമില്ല. അപ്പോൾ 1 സ്പൂൺ നമ്മളിവിടെ റൈസ് പൗഡറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ടാനൊക്കെ മാറാനുള്ള ബേസ് എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 1/4 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്കിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് 1 സ്പൂൺ നമ്മൾ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. ആൽമണ്ട് ഓയിൽ കൊടുക്കുമ്പോൾ സ്കിൻ ടെക്സ്ചറിൽ നല്ല വ്യത്യാസം വരും, മനസ്സിലായോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം. അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഏത് പാക്കിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ റോസ് വാട്ടർ ഇല്ലേ, നമ്മളുടെ സ്കിൻ ടോണിനെ സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ ടെക്സ്ചറിന് അതുപോലെ നമ്മൾ ടോണറായിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും അറിയാം റോസ് വാട്ടർ. അപ്പോൾ റോസ് വാട്ടർ നമ്മളിതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം എല്ലാ പാക്കിൻ്റെയും ഒരു ബേസ് സംഭവമുണ്ട്. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളുടെ കേട് തൈരില്ലാതെ തൈരും നമുക്ക് കടലമാവും കുറച്ച് നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്താൽ തന്നെ നല്ലൊരു പാക്ക് കിട്ടും. അതൊരു ബേസിക് പാക്കാണ്, ടാനൊക്കെ മാറാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പറഞ്ഞത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പോൾ ഇതിൽ ഇത്രയും സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് 1 സ്പൂൺ നമ്മൾ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് തൈരിൻ്റെ അളവ് നോക്കിയിട്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1 സ്പൂൺ മതിയാവും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും അതിന് മുമ്പ് നമ്മൾ ക്ലെൻസ് ചെയ്തിട്ട് പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പറയുന്നത് നമ്മളുടെ മാജിക് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ 40 മരാതി മിൽക്ക് ക്ലെൻസർ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തവർക്ക് അറിയാം ഇതിൻ്റെ ഒരു മാജിക് എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയും നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലൊരു ക്ലെൻസറും കൂടി എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. ആ ഒരു റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഒരു ബ്രൈഡാണെങ്കിൽ 3 മാസം മുമ്പേ ഇത് ചെയ്ത് വരുവാണെങ്കിൽ കിട്ടാൻ പോകുന്ന റിസൾട്ട് ഭയങ്കര, കാരണം അത്രയും ക്ലിയർ ആവും സ്കിന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ ഈ മാജിക് ഓയിൽ, അതായത് 40 മരാതി മിൽക്ക് ക്ലെൻസറും കൂടി എടുത്തിട്ട് നിങ്ങൾ അതും ഈ പാക്കൊക്കെ യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൽ പിന്നെ ഒരു സംഭവം ഉണ്ടാവില്ല കേട്ടോ, അത്രയും ക്ലിയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ 40 മരാതി മിൽക്ക് ക്ലെൻസർ ഇതിനോടകം മേടിച്ച് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരുടെയും ഫീഡ്ബാക്ക് നമ്മളുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെടുത്ത് നോക്കി അറിയാം.
കാരണം അത് 100% ഒരു മാജിക്കാണ്, നാച്ചുറലാണ്. ഓരോ രീതിയിലുള്ള കെമിക്കലോ ഒന്നും തന്നെ ഇല്ല. കുട്ടികൾക്ക് വരെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. 10 വയസ്സ് മുതലുള്ള കുട്ടികൾക്കും നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ക്ലെൻസർ വെച്ച് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം, ക്ലെൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ബോട്ടിലെടുക്കുക, നന്നായിട്ട് ഷേക്ക് ചെയ്യുക, കുറച്ച് കയ്യിലെടുക്കുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ഈ ഒരു രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് മസാജ് ചെയ്യുക. വാം വാട്ടറിൽ വാഷ് ചെയ്യുക. നമ്മളുടെ ചെറിയൊരു ഫേഷ്യൽ ടിഷ്യൂ വെച്ചൊന്ന് ഒപ്പയെടുക്കുക സ്കിൻ. അതിനുശേഷം നമ്മുടെ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 15 to 20 മിനിറ്റ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുക, ദെൻ വാഷ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും ഈവനിങ് ടൈമിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. നമ്മൾ ഉച്ച സമയത്ത് എടുക്കാതിരിക്കുക. എപ്പോഴും ഏത് പാക്കാണെങ്കിലും ഒരു ഉച്ച സമയത്ത് എടുക്കരുത്. ഒന്നെങ്കിലും മോർണിംഗ്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് ഫേസ് പാക്കിന് ഈവനിങ് ആണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ആ ഒരു ടൈമിൽ എടുക്കുക. ദെൻ അതിനുശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്കിത് എടുക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും നമുക്കിതിൻ്റെ റിസൾട്ട് അത്രയും നന്നായിട്ട് തന്നെ അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ബ്രൈഡ്സ് ആണെങ്കിൽ ഒന്നും പറയേണ്ട, നിങ്ങൾ എന്തായാലും ഇത് ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തു. കാരണം എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, മാം കല്യാണമൊക്കെ ഉറപ്പിച്ചു, ഇത്ര ദിവസമേ ഉള്ളൂ, ഇത്ര മാസമേ ഉള്ളൂ, എൻ്റെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഇന്ന് ഈ പറഞ്ഞ ഈ പാക്ക് ട്രൈ ചെയ്തോളൂ, അത്രയും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ ഒരുപാട് നോളജ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.